ആയുർവേദ ചികിത്സാ രീതിയിൽ ഈ കഴുത്തിൽ ചുറ്റിനും നീർവീക്കം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ നീർവീക്കത്തിന് കണ്ടെയ്ൻ ചെയ്യാനുള്ള മരുന്നുകളാണ്. അത് ഉള്ളിലും പുറമേ പുരട്ടാനുള്ള ലേപനങ്ങളും അല്ലെങ്കിൽ പുറമേ ഒഴിക്കുന്ന ദ്രവ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ കഷായവും അല്ലെങ്കിൽ അതുപോലുള്ള ധാന്യാമ്ലം പോലുള്ള മരുന്നുകളാണ്. അപ്പോൾ ഇതൊരു 3 മുതൽ 5 ദിവസം ഒഴിക്കുമ്പോൾ തന്നെയും അല്ലെങ്കിൽ അത് തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെയും ആ നീർവീക്കത്തിൻ്റെ ആക്കം വളരെയേറെ കുറയുന്നതായിട്ട് കാണുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ പലതരം കിഴികൾ, ഇപ്പം ഇലക്കിഴിയാണെങ്കിലും അങ്ങനത്തെ പലതരം എണ്ണ ചേർത്തുള്ള കിഴികൾ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുഴുവനും രൂക്ഷപ്രയോഗം അല്ലെങ്കിൽ ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കുറച്ച് കൊണ്ടുവരാനുള്ള ഉള്ളിലുള്ള മരുന്നുകളും പുറമേ ചെയ്യുന്ന ചികിത്സാ രീതികളാണ് ചെയ്യുന്നത്. അതിനെല്ലാം ശേഷം ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിലെ പേശികൾ അല്ലെങ്കിൽ സെർവൈക്കൽ നെക്ക് മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഓരോ എക്സസൈസുകളുണ്ട്. അത് യോഗ ആയാലും അപ്പം അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളത് ഈ മസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള എണ്ണകളുണ്ട്. അത് ദിവസവും പുറമേ പുരട്ടി ഈ മസിലുകൾക്ക്, ഈ ഷോൾഡർ മസിലിനും ശക്തി കൂട്ടുക എന്നുള്ളതാണ് ഒരു ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത് ചെയ്യേണ്ടത്. അത് സ്വയം ചെയ്യേണ്ടതാണ്. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ രോഗികളെ പഠിപ്പിച്ച് വിടുന്നതാണ്. പഞ്ചകർമ്മ ചികിത്സയിൽ ഒന്നായ നസ്യം എന്നുള്ള ചികിത്സ ഈ കഴുത്ത് വേദനയ്ക്കും കഴുത്തിൽ നിന്നും കയ്യിലേക്കുള്ള നീര് വരുന്ന ഇതിനും വേദന വരുന്നതിനും വളരെ നല്ലൊരു പ്രതിവിധിയാണ്. അതിനുശേഷം നമ്മൾ ഗ്രീവാവസ്ഥി എന്ന് പറയും. കഴുത്തിൻ്റെ പുറം ഭാഗത്ത് ഓയിൽ പൂളിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം മാവ് കൊണ്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്തേക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നുകൾ ചെറു ചൂടോടുകൂടി മരുന്നുകൾ കെട്ടി നിർത്തുന്ന അത് വളരെ വേഗത്തിൽ തന്നെ കഴുത്തിൻ്റെ വേദനയും നീരും കുറച്ച് കഴുത്തിൻ്റെ ചലനശേഷി ലഭിക്കാൻ സഹായിക്കുന്നതാണ്.